ഇന്ന് നമ്മുടെ കിച്ചണിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള മുട്ട പൊരിയണത്. ഇതുപോലെ മുട്ട പൊരിക്കാനായിട്ട് ഞങ്ങൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട പൊരിന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. 4 മുട്ട പൊരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 തക്കാളി ചെറുതായി അരിയണം. അതുപോലെ തന്നെ സവോള ഒരെണ്ണം ചെറുതാക്കി അരിയണം. പിന്നെ ഈ മുട്ടയ്ക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സവോള ചെറുതായിട്ട് അരിയണം. ഇതുപോലെ ഇങ്ങനെ നടുവൊന്ന് കട്ട് ചെയ്ത് നല്ല ചെറുതായിട്ട് കിട്ടും. ഇപ്പം സവോളയും തക്കാളിയും നല്ലോണം ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. ഇത്രയും വേണ്ടു നമുക്ക് ഈ മുട്ട പൊരിച്ചത് നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കാം. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും കിട്ടും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തുള്ളത്. വെളിച്ചെണ്ണയിൽ വേണം തയ്യാറാക്കാനായിട്ട്. വെളിച്ചെണ്ണ കാഞ്ഞു വരുമ്പോൾ നമുക്ക് 1/2 സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്നു. ഇതിലേക്ക് നമുക്ക് വേപ്പില ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി നുറുക്കിയ സവോള ചേർക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഒന്ന് വാടി വരണം. ജസ്റ്റ് ആ ഒരു ക്രിസ്പിനെസ് സവോളയിലൊന്ന് പോകണം. പച്ചപ്പ് മണം മാറണം തക്കാളിയിൽ സവോളയിൽ. അതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ട ഇട്ടിരിക്കുന്ന ശേഷം അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചതൊരു വെറൈറ്റി ടേസ്റ്റ് ആവും. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് അതിന്. കടുക് പൊട്ടിച്ചതിൻ്റെ സവോളയും തക്കാളിയും ഒക്കെ ടേസ്റ്റ് ഇതിലേക്ക് കിട്ടുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇത്. 2 മിനിറ്റ് മതി തയ്യാറാക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുത്താൽ മതി. നമ്മുടെ മുട്ട പൊരിച്ചത് തയ്യാറായിട്ട് നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചത് തയ്യാറായതിൻ്റെ വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ തക്കാളിയും സവോളയും സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത കാരണം ഒരു സൂപ്പർ ടേസ്റ്റുള്ള മുട്ട പൊരിയാണിത്.